ഇപ്പോൾ വെട്ടിയ കിണറാണെന്ന് പറഞ്ഞാൽ അതിന് പുതിയ കിണറിൽ ചെറിയ അതിഥി, അത്ര വലിയ അതിഥി എന്നല്ല, ഒരു കുഞ്ഞ് ശംഖുവരൻ, അത് വെള്ളിക്കെട്ട് എന്നറിയപ്പെടുന്ന ക്രൈറ്റ് അഥവാ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. അദ്ദേഹം വെള്ളത്തിൽ കിടന്ന് ക്ഷീണിച്ച് വെള്ളത്തിൻ്റെ അടിയിലേക്ക് തലയും വെച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 4 വയസ്സിനടുത്ത് മാത്രമേ പ്രായം ഉണ്ടാകത്തുള്ളൂ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ആ അതിഥിയെ എടുത്ത് പെട്ടെന്ന് കയറി വരാം. കാരണം ഇവിടെ ആൾക്കാർ കൂടുകയാണ്, തറമട്ടം കണ്ട് കിടക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതും അപകടമാണ്. എന്തായാലും ചേട്ടാ അപ്പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഇവിടെ എന്നാൽ ശരിയാകത്തില്ല. അവിടെ ഇറങ്ങിയില്ല, കല്ലൊക്കെ തള്ളിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ചേട്ടാ അവിടെ നിൽക്കരുത്, നിങ്ങൾ തള്ളി ചവിട്ടുമ്പോൾ കല്ലൊക്കെ ചേട്ടാ അങ്ങോട്ട് കയറില്ലേട്ടാ, ഒന്ന് തറമട്ടം നിങ്ങൾ കയറി നിൽക്കരുത്. സാരി ചേട്ടാ അവിടെ ഇറങ്ങിയില്ലേട്ടാ, എടുക്കുമ്പോൾ കാണാം, നിങ്ങൾ എടുക്കുമ്പോൾ കാണാം, എടുത്തിട്ട് കയറി വരുമ്പോൾ കാണാം. നമ്മളെന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിഥിയെ കരക്കെടുത്തു. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ, അതായത് രാജവൻപാല കടിച്ചാൽ ഉടനെ മരണം സംഭവിക്കുമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ മുറിവുണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല, തലച്ചോറിന് മന്ദത അനുഭവപ്പെടുകയും അത് കഴിഞ്ഞ് മാരകമായ ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരും. ഇദ്ദേഹത്തിൻ്റെ കടി രാത്രി കാലങ്ങളാണ് ഏൽക്കുന്നതെങ്കിൽ അറിയാൻ കഴിയില്ല, ഡെത്ത് സംഭവിക്കും, മരണം സംഭവിക്കും. ഇത് ഏകദേശം 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ ശംഖുവരനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ചാടി കുതിച്ച് കടിക്കാൻ, ഈ പിടിക്കുന്ന കൈയിലേക്ക് തന്നെ ചാടി കുതിച്ച് കടിക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയില്ല എങ്കിൽ ജീവൻ അപകടത്തിലേക്ക്, സാധനം ഇത്രയും ചെറുതാണെങ്കിൽ തന്നെയും മാരകമായ അല്ലെങ്കിൽ നല്ല എഫക്റ്റായ അല്ലെങ്കിൽ വീര്യം കൂടിയ വനമാണ് ശംഖുവരൻ പാമ്പിൻ്റെ അഥവാ ക്രൈറ്റിൻ്റെ അഥവാ വെള്ളിക്കെട്ടിൻ്റെ വനം. എന്തായാലും നമ്മളെ പ്രേക്ഷകർ ഒരുപാട് ശംഖുവരൻ പാമ്പിനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം കിണറ്റിൽ നിന്ന് അതിഥിയെ എടുത്തു, ഇനി ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സമയം കളയുന്നില്ല. കാരണം മെയിൻ റോഡ് ബ്ലോക്കായിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ സമയം കളയാൻ കഴിയില്ല, പിന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി ഇവിടുന്ന് അഡ്രസ്സ് എഴുതി വാങ്ങിയാൽ ഉടനെ പോകും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, പുതിയ അതിഥിക്കായി. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കും, പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി. എന്തായാലും നമ്മുടെ ആ ഒരു എൻ്റെ കണക്കൂട്ടത്തില്ല. കാരണം ഞാൻ എടുത്തപ്പോൾ തന്നെ തവളയുടെ ദേഹത്ത് അതിൻ്റെ ആ ആളുകയൊക്കെ ഉണ്ടായിരുന്നു, തവള ചത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മൂർഖനൊന്നും അല്ല, ചേരയായിരിക്കും. ചേര വനമുള്ള പാമ്പിൻ്റെ കടിയേറ്റൽ തവള ഉടനെ ചത്തുപോകും. മൂർഖൻ്റെ കടിയേറ്റ് തവള മരിച്ചതിന് ശേഷം തവളയെ മൂർഖൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇത് തവളയ്ക്കൊരു കുഴപ്പമില്ല, തവള നല്ല എടുത്തിട്ട് നല്ല ചാടി വീണ്ടും ഇതിനകത്തേക്ക് കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേരയായിരിക്കുന്നതിന് 100% ഉറപ്പായിരുന്നു. എന്തായാലും നമുക്ക് തൻ്റെ തൊണ്ടിനിടയിലായിരിക്കുന്നു ഒരു അത്ര വലുതൊന്നും അല്ലാത്ത ഒരു 5 അടിയോളം നീളമുള്ള ഒരു 6 വയസ്സിനടുത്ത് പ്രായമുള്ള
ഒരു പെൺചേര. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എടുത്ത് പറ്റും. ഇതെന്തായാലും ചേരയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് കണ്ടു കഴിഞ്ഞാൽ അത് മുറുക്കിനെ തോന്നാറുള്ളൂ. കാരണം ഒരു വെള്ള കലർന്ന കളറാണ്. അതുപോലെ ചേര തിരുമണിക്ക് വേറെ മറ്റൊന്നും മാർഗങ്ങളൊന്നും വേണ്ട. ഈ കളർ, ഈ മഞ്ഞയുടെ ഇടയിലുള്ള ഈ കറുത്ത ചെറിയ ലൈൻസ് മാത്രം, ഈ ഡൈസ് ഡിസൈൻ മാത്രം നോക്കിയാൽ മതി. അതുപോലെ തല ചെറിയ തലയായിരിക്കുന്നു, വേറെ ഒന്നും അറിയണ്ട. കണ്ണ് നല്ല വലിയ കണ്ണ്, തലയുടെ കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗം ഒട്ടിയിരിക്കുന്നു. നാവ് നല്ല നീളത്തിൽ, നോക്കുക, നല്ല നീളത്തിൽ നാവ് പുറത്തേക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. 6 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു ഇടത്തരം ചേരയാണിത്. ഏകദേശം 6 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ടതില്ലാന്ന്, കാരണം ഇവിടെയൊക്കെ ഒഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ ഇതിനെ ഇവിടെ തന്നെ റിലീസ് ചെയ്യാം, പറയണം. അപ്പോൾ നമ്മളെന്തായാലും ഈ അതിഥിയെ ഈ ഭാഗത്ത് തന്നെ തുറന്നു വിടുന്നു. ഇവിടെ ഭക്ഷണം ഉള്ളതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഭക്ഷണം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. വലിയ തവളയൊക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് പോയി മറ്റു സ്ഥലത്ത് വിടുന്നത് തന്നെ ഒരു ദോഷകരമാണ്. ഒരു എന്താ പറയുക, പ്രകൃതിയുടെ സംരക്ഷണം എന്നല്ല, അതൊരു എന്തായാലും നമ്മുടെ ദൗത്യം, പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ ദൗത്യം അതിഥികളെ പിടിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുക മാത്രമല്ല, അപകടത്തിൽപ്പെടുന്ന ഒട്ടനവധി അതിഥികളെ നമ്മൾ സംരക്ഷിച്ച് അല്ലെങ്കിൽ രക്ഷിച്ച് കാട്ടിലേക്ക് വിടുന്നുണ്ട്, അല്ലെങ്കിൽ രക്ഷിച്ച് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ വിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കൗമുദി ഓഫീസിനടുത്ത് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു മാഡത്തിൻ്റെ വീട്ടിൽ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയോട് 11 മണിയോട് വിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വലയിൽ നെറ്റിൽ കുരുങ്ങിയിട്ട് ഒരു അതിഥി അകപ്പെട്ട് കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് വന്നു, ആ വീട് കണ്ടു. ഇനി നമുക്ക് നോക്കാം അതിഥി എവിടെയാണ് കിടക്കുന്നത്, ഏതാണ് സ്ഥലം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു നെറ്റിൽ, ആ നെറ്റ് അവിടെ കാണുന്നുണ്ട്, ആ നെറ്റിൽ കുരുങ്ങി കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോകാം, നമ്മുടെ അതിഥി ആരാണ് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളെ കണക്കൂട്ടിൽ തെറ്റിയില്ല. അതിഥി അധികം വിഷമിപ്പിക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഈ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പാവമാമ ഈ അതിഥിയെ നമ്മൾ എത്രയും പെട്ടെന്ന്, എത്ര വേഗം നമുക്കത് ഈ വരയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ അത് നന്നായിട്ട് അപകടത്തിൽപ്പെട്ട്, നന്നായിട്ട് കണ്ണൊക്കെ നന്നായിട്ട് തള്ളി കുരുങ്ങിയിട്ട് ഏകദേശം മരണാവസ്ഥയിലെത്തിയതാണ് അദ്ദേഹം. നമ്മൾ കറക്റ്റ് സമയത്തിന് നമ്മൾ എത്തിയുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ണൊക്കെ തള്ളി, കഴുത്തിലൊക്കെ നല്ല കുരുങ്ങി, കണ്ണൊക്കെ തള്ളിയിട്ട് നല്ല ഒരു മരണാവസ്ഥയിലേക്ക് പോയതാണ്. എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയേനെ. നോക്കി ഏകദേശം 7 അടി നീളമുള്ളൊരു ആൺചേരയാണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നന്നായിട്ട് കുരുങ്ങിയിട്ട് നന്നായിട്ട് താഴത്തിലേക്ക് അതിൻ്റെ പാടുണ്ട്. നോക്കുക, കറുപ്പ് കളർ കുറച്ച് കൂടുതലുണ്ട്.
നീളം നല്ല നീളം, നന്നായിട്ട് നല്ല നീളമുണ്ട്. എന്തായാലും നമ്മൾ പാവത്തിനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തിനെ നമ്മൾ പ്രേക്ഷകർ ഒത്തിരി കണ്ടതാണ് നമ്മുടെ ചേര അതിഥികളെ. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ഒരു കവറിലാക്കി അടുത്ത സ്ഥലത്ത്. കോടികൾ വിലയുണ്ട് എന്ന് തെറ്റായി കഥകൾ പ്രചരിപ്പിച്ച് നടക്കുന്നു കുറേ ആൾക്കാർ. ആ വംശത്തിൽ ജനിച്ച, എന്നാൽ ഒരു പൈസ പോലും വിലയില്ലാത്ത, എന്നാൽ ഈ അതിഥിയെ കയ്യിലിരിക്കും, ആരെങ്കിലും കയ്യിലിരുന്ന് ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ പിടികൂടി കഴിഞ്ഞ് ആവശ്യത്തിന് നട്ടലിന് നല്ല ഇടി കിട്ടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഫോറസ്റ്റ് ഷെഡ്യൂൾഡ് 4 ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ അതിഥിയെ. എന്നാൽ ഈ അതിഥി ആരുടെയെങ്കിലും കയ്യിലിരുന്ന് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ പിടികൂടുകയാണെങ്കിൽ 6 മാസം വരെ ജയിൽ വാസവും 25,000 രൂപ വരെ പിഴയും ഉൾപ്പെടുന്ന വകുപ്പിൽപ്പെടുന്ന അതിഥിയാണ് ഇരുതല പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. ഇത് വിലയുള്ള പാമ്പല്ല എന്ന് നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ആ നാട്ടുകാർ വഴിപോക്കരാരും അതിനെ തല്ലിയിരുന്നു, അടിച്ചിരുന്നു, അതിന് ചെറിയ ചെറിയ മുറിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടെങ്കിലും അതിപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മരുന്നൊക്കെ വെച്ച് അതൊക്കെ ക്ലിയറായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ വെച്ച് മുറിവ് കരിഞ്ഞു. ഒത്തിരി മുറിവുകൾ കാരണം വരുന്നത് നോക്കൂ, നമ്മുടെ നാട്ടിൽ 2 തലകൾ എന്നാണ് പറയപ്പെടുന്നത്. നോക്കൂ, 2 തലകളല്ല, ഇത് വാലും തലയും ഒരുപോലെ, ഏകദേശം ഒരുപോലെ തോന്നി. എൻ്റെ വലത്ത് വശത്തിരിക്കുന്നതാണ് തല, ഈ ഇടത്തെ കയ്യിലിരിക്കുന്നത് വാലാണ്. വാലും തല ഏകദേശം ഒരുപോലെ തോന്നിക്കുന്നു. പക്ഷേ ഇതിന് 2 തല ഉണ്ടെന്ന് പറയുന്നത് തെറ്റായ അറിവാണ്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇറിഡിയം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പുറകെയാണ് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകുന്നു. പക്ഷെ നോക്കുക, ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ നീളവും ഏകദേശം 4 അടിയോളം നീളവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കനം ഏകദേശം 3 ഇഞ്ച് ചുറ്റളവിൽ വണ്ണവുമുണ്ട്. നമ്മൾ നോക്കുന്ന തല കുഞ്ഞു തലയാണ്. നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ശാന്ത സ്വഭാവമുള്ള മോഹമാണ്. പക്ഷേ കടിക്കാം, ചില അപൂർവം സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കടി സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞു കണ്ണാണ്. അല്ല പന്നി വരെയും അങ്ങനത്തെ ചെറിയ മണ്ണിൻ്റെ അടി ജീവിക്കുന്ന കുടിപ്പാമ്പ് ഒക്കെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. നെയിം ബ്ലാക്ക് സാൻഡ് ബോ, കിങ്ഡം അനിമാലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് റെപ്റ്റാലിയ, ഓർഡർ സ്ക്യൂമാറ്റ, ഫാമിലി ബയോഡേ, ജനസ് എറിക്സ്, സ്പീഷീസ് ഈജോണി. കാഴ്ചയിൽ പൊതുവെ കറുപ്പ്, ചുവപ്പ് നിറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇവയുടെ ശരീരത്തിൽ സാധാരണ മണ്ണൂലിപ്പാമ്പുകൾക്കുള്ളതുപോലെ ചിത്രപ്പണികളൊന്നും ഉണ്ടാവുകയില്ല. ഇവയുടെ തലയും വാലും കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതിനാൽ ഇവയെ ഇരുതല മണലിയാനെന്നും ഇരുതല മൂരിയെന്നും അറിയപ്പെടുന്നു. ഏകദേശം 3.5 അടി നീളവും നല്ല വണ്ണവും ഉണ്ടാകും. സാധാരണ മണ്ണൂലികളെ പോലെ